ഹായ് ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളിതാ ഒരു ഫോട്ടോനെ എങ്ങനെ ഈ ഒരു 3 സ്റ്റെപ്സിലൂടെ ഒരു ബ്യൂട്ടിഫുൾ ഫോട്ടോ ആക്കാം എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. Every single day I'm gonna make something great. That's my way. Every single ആദ്യം തന്നെ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. പിക്സാർട്ട് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് നമുക്ക് ഏത് ഒരു ഇമേജാണോ വേണ്ടത് അത് എടുക്കാം. അപ്പോൾ നമ്മൾ കയ്യിൽ ഒരു ബട്ടർഫ്ലൈയും കുറച്ച് ക്രാക്സും ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ എടുത്ത ഫോട്ടോ ഇപ്പോൾ ഒരു എന്താ പറയുക, ഇതാണ് ഞാൻ കൈ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കുറച്ച് ബോറായിട്ടുള്ളതാണ്. കുറച്ച് ഗ്രീനിഷും കുറച്ച് മണ്ണിൻ്റെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇമേജസ് ഒരു വൃത്തി ഉണ്ടാവത്തില്ല. ഫുൾ ഒരു ഗ്രീനിഷ് ആണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാനായിട്ട് നമുക്കറിയാവുന്നൊരു ഇതാണ് ക്രോപ്പ് ചെയ്യുക. ഇവിടെ ഇങ്ങനെ കുറച്ച് പോർഷൻസ് ക്രോപ്പ് ചെയ്ത് വയ്ക്കുക, നമുക്ക് ആവശ്യമുള്ള അത്രയും. അപ്പോൾ ഞാൻ ക്രോപ്പ് ചെയ്തു. ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എഫക്ട്സിൽ പോയിട്ട് ബ്ലർ, നമ്മൾ നേരത്തെയും ഇത് കാണിച്ചിട്ടുള്ളതാണ്, ബ്ലർ ആക്കുക. ഒരു നോർമൽ ബ്ലർ ഇത്രയും മതി. ടിക്ക് ചെയ്യുക. ഇനി നമുക്ക് മറ്റേ ഇമേജ് ഇങ്ങോട്ട് എടുക്കണം. ഏത് ഇമേജ്? നമ്മുടെ കൈയുള്ളത്. അപ്പോൾ 2 ഇമേജ് ഉണ്ട്. നോക്കട്ടെ ഇതിനകത്ത് ഏതാ ബെറ്റർ എന്ന്. ഇതാണോ ബെറ്റർ? നിങ്ങൾ തന്നെ ഒന്ന് പറയാം. നമുക്ക് കൈ ഇത്രയും ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ക്രാക്ക് വയ്ക്കാനൊന്നും സ്ഥലം വേണ്ടേ? ഓക്കെ, ഈ രീതിയിൽ മതി. അപ്പോൾ ഈ കൈ വേണോ അതോ നമുക്ക് ഈ കൈ വേണോ എന്ന് പറയാം. സോറി, ഇതിൻ്റെ ഇത്ര ഇമേജൊക്കെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതാണ് ഇച്ചിരി ബെറ്റർ എന്നല്ലേ. ഓക്കെ, നമുക്ക് ഇത് തന്നെ സെറ്റ് ചെയ്യാം. ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ഓക്കെ, ഇത് മതി. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മേലത്തെ ഇറൈസർ എടുക്കുക. എന്നിട്ട് വേണ്ടാത്ത പോർഷൻസൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. സൈസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ മായ്ച്ചു കൊടുക്കുക. ഇവിടെ അല്ലെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്തല്ല, ഇനി വേണമെങ്കിലും ചെയ്യാം. താഴ്ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഒരു കോർണർ എഫക്റ്റാണ്. അത് നമുക്കിങ്ങനെ കളയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ റിമൂവ് ചെയ്തതാണെന്നേ പറയാത്ത രീതിയിൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ടിക്ക് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ക്രാക്സ് കൊണ്ടുവരണം, പിന്നീട് ബട്ടർഫ്ലൈസിനെ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒന്നെങ്കിൽ ക്രാക്സ് ആയാലും ബട്ടർഫ്ലൈസ് ആയാലും ഗൂഗിളിൽ നിന്ന് നമുക്ക് PNG കിട്ടും. അതായത് ട്രാൻസ്പെറൻറ്റ് ഇമേജസ് കിട്ടും. ട്രാൻസ്പെറൻറ്റ് ഇമേജസ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും ട്രാൻസ്പെറൻറ്റ് ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ക്രാക്സ്. അതല്ല, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിക്സാർട്ടിൽ സ്റ്റിക്കേഴ്സ് എന്ന ഓപ്ഷൻ പോവുക. ഓക്കെ, എന്നിട്ട് നമുക്ക് അവിടെ സെർച്ച് ചെയ്യാം. ഇവിടെ ഓക്കെ, ഇതിൻ്റെ ഹോമിലില്ല. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇരുന്നോളും. ഓക്കെ, ഇനി ഇതിൻ്റെ ഇങ്ങനെ കുറച്ച് സൈഡിലേക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഇറൈസർ ടൂൾ ഉപയോഗിച്ച് ആ ഒരു എക്സ്ട്രാ കിടക്കുന്നതൊക്കെ റിമൂവ് ചെയ്ത് കളയാം. ഇവിടെയും കുറച്ച് വെളിയിൽ കിടക്കുന്നുണ്ട്, അതൊക്കെ ഇങ്ങനെ മായ്ച്ച് കളയാം. ഇപ്പം കുഴപ്പമില്ലാത്തൊരു എഫക്റ്റ് വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർഫ്ലൈസിനെ കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ വന്നിട്ട് ബട്ടർഫ്ലൈ എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല പല ബട്ടർഫ്ലൈസ് വരും. ഇതിൽ നിന്നും നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈ കൊള്ളാം, ബ്ലൂ ബട്ടർഫ്ലൈ കൊള്ളാം. വേറെയും ഉണ്ട്. ഇപ്പോൾ അതുകൂടി നോക്കാം. ഇതൊന്നും എങ്ങനെ ഇരിക്കും നോക്കട്ടെ. സൂം ചെയ്തിട്ടൊന്ന് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ അതിനെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ
അത് നമുക്ക് പറയാൻ പറ്റും. നമുക്കത് ഈ ഒരു ബട്ടർഫ്ലൈനെ മാറ്റണം. ഇതിനെ നമുക്ക് തള്ളവരലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇച്ചിരി ഭംഗിയായിരിക്കും അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ മേളിലുള്ള ആ ഒരു ആരോ, ലെഫ്റ്റിലോട്ടുള്ള ആരോനെ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ അത് രണ്ട് പോയി. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. കുഴപ്പമില്ലല്ലോ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലല്ലേ അതിനൊരു നല്ല എഫക്റ്റ് കിട്ടുള്ളൂ. ബട്ടർഫ്ലൈനെ കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ഫ്ലിപ്പ് ആൻഡ് റൊട്ടേറ്റ് പോയിട്ട് ഫ്ലിപ്പ് ചെയ്യാം. ഇച്ചിരി ഒന്ന് ചെറുതാക്കുക, സൂം ചെയ്യുക. ഇതാ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു നല്ല രസമായിരിക്കും തോന്നുന്നു. ഇതാണ് ഭംഗി. എന്നിട്ട് ഇനി നമുക്കൊന്നിനെ ആ കുഞ്ഞു വിരലിലൂടെ വെക്കാം. അപ്പോൾ ഇതിൻ്റെ കോപ്പി ഓപ്ഷൻസ് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിനെ തന്നെ കോപ്പി ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ സ്റ്റിക്കറിൽ വീണ്ടും പോവുക. എന്നിട്ട് ബട്ടർഫ്ലൈസ് ഓപ്ഷൻ, അവിടെ നിന്നും ബട്ടർഫ്ലൈ എടുക്കുക, ഇവിടെ കൊണ്ടുവന്നിട്ട് ചെറുതാക്കുക, ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ വെച്ചാൽ കിട്ടും. അത് നമുക്ക് രണ്ടെണ്ണം മതിയോ? ഒന്നുകൂടി ഇരിക്കണം അല്ലേ. ഓക്കെ, ഒരു ഓപ്ഷൻ കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ ക്രാക്സും ആയി, ബട്ടർഫ്ലൈസും ആയി. ഇനി വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റിൽ പോയിട്ട് ഒരു വെറൈറ്റി ഓപ്ഷൻസ്. ഓക്കെ, ഇത് കൊള്ളാം, നല്ല ഭംഗിയുണ്ടല്ലേ. ആ ഒരു ബട്ടർഫ്ലൈസിൻ്റെ വെട്ടം നമ്മുടെ കയ്യിലേക്ക് വന്ന ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സേവ് ആക്കാം. എന്നിട്ട് ഇതിനെ തന്നെ അഡ്ജസ്റ്റിൽ പോയിട്ട് നമ്മുടെ ബ്രൈറ്റ്നെസ് നന്നായിട്ട് കുറച്ചൊരു ഡാർക്ക് എഫക്റ്റാണ്. വളരെ അടിപൊളിയായിട്ടുള്ള എഫക്റ്റാണ്. സോ സൂപ്പർ, എനിക്ക് എല്ലാണ്ട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് ബാക്കിൽ കൊണ്ടുവന്നിട്ട് കൺട്രാസ്റ്റ് നോക്കട്ടെ. കൺട്രാസ്റ്റ് വരുമ്പോൾ ഒത്തിരി ബ്രൈറ്റ്നെസ് ആണ്, അത് വേണ്ട. സാച്ചുറേഷൻ കുറച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, കൂട്ടിയിട്ട് നമുക്കൊന്ന് ബ്രൈറ്റ്നെസ് കുറയ്ക്കാം. എപ്പോഴും ആ ഒരു ലൈറ്റിൻ്റെത് അടിപൊളിയായിട്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാച്ചുറേഷൻ നോർമൽ ലെവൽ കൊണ്ടുവരാം. നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടാനുസരണം ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഹ്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എല്ലാ വഴികളിലൂടെയും ഒന്ന് സഞ്ചരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ക്രാക്ക് നമുക്ക് കുറച്ചുകൂടി എടുത്തറിയാം. ഓക്കെ, അത് നല്ല എഫക്റ്റാണ്. ഇനി ഞാനിവിടെ മറ്റൊരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ പറയാം. നമ്മുടെ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ കുറച്ച് വെട്ടം ഇങ്ങനെ ചുറ്റും പടരണമല്ലോ. അപ്പം അതിനായിട്ട് ഞാനവിടെ ആ ഒരു എഫക്റ്റിനായിട്ട് നമുക്ക് ഗൂഗിൾ സംഭവം കൊണ്ടുവരണം. തീപ്പൊരി പോലെ മറ്റൊരു ലൈറ്റിൻ്റെ കുറച്ച് എഫക്റ്റ് കൊണ്ടുവരണം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി നമുക്കൊന്ന് വെച്ച് നോക്കാം എങ്ങനെ ശരിയാവും. ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് സേവ് ചെയ്ത് വന്നിട്ട് ആ ഒരു വെട്ടം നമ്മുടെ കയ്യിൽ അടിക്കുന്ന ഒരു എഫക്റ്റൊക്കെ വന്നു. സൂപ്പറാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് പോട്ടെ, സേവ് ആക്കാം. സേവ് ചെയ്തിട്ടുണ്ട്. സ്പാർക്കിളൊന്ന് നോക്കാം. എന്നിട്ടത് ക്രോപ്പ് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ക്രോപ്പ് ചെയ്യാം. നമ്മൾ സ്ക്രീൻഷോട്ടല്ലേ എടുത്തത്, അപ്പോൾ നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നിട്ട് അതിങ്ങനെ ഒന്ന് വയ്ക്കുക. എന്നിട്ട് താഴെ പോയിട്ട് ബ്ലെൻഡ് എന്ന ഓപ്ഷനിൽ സ്ക്രീൻ ചെയ്യാം. മൾട്ടിപ്ലൈ പല ഓപ്ഷൻസ് നോക്കുക. ഇതിൽ കറക്റ്റായിട്ട് വരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്താൽ മതി. ഓവർലേ പറ്റില്ല. ആഡും വലിയ കുഴപ്പമില്ലെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇച്ചിരി വരുന്നുണ്ട്. ആഡ് വേണ്ട. ലൈറ്റ് എഫക്റ്റ് കൊള്ളാം, ഒരു സ്ക്രീനും കൊള്ളാം, ലൈറ്റും കൊള്ളാം. അപ്പോൾ സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി ഡാർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റിൽ ഉറപ്പിക്കാവേ. ഓക്കെ, ഇനി അത് നമ്മളൊന്ന് വെച്ചിട്ട് അത് വെക്കുമ്പോഴാണ് ഇച്ചിരി ഭംഗിയല്ലേ. നമുക്ക് ഇറേസർ ടൂളിൽ പോയിട്ട് വേണ്ടാത്ത പോർഷൻസൊക്കെ അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ വേണ്ടാതെ കിടക്കുന്നതൊക്കെ അങ്ങ് മായ്ച്ച് കളയാം. ആ ഒരു സൈഡിലുള്ളതൊക്കെ അങ്ങ് മായ്ച്ച് കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു നാച്ചുറൽ ലുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് മതിയായിരിക്കും. അതോ ഇനി വെക്കണോ? വേണ്ടല്ലോ, ഇത് ധാരാളമാണ്. ഇവിടെ കുറച്ചൊരു സ്ക്വയറിഷ് എഫക്റ്റാണ്, അത് നമുക്കങ്ങ് മാറ്റാം. ഈ മിന്നാമിനിയുടെ ലൈറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും സ്ക്വയറൊന്നും പോലെ വരത്തില്ല. മിന്നാമിനി അല്ല, ബട്ടർഫ്ലൈ. അപ്പോൾ ഇതിനെ നമുക്ക് മിന്നാമിനി ആക്കാം. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് നിർത്തി പോവുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു എഫക്റ്റ് കൊടുക്കണ്ട. ഓക്കെ, നമുക്കൊരു
ക്രാക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, ക്രാക്ക് ഇല്ലാണ്ടും ചെയ്യാം. എങ്കിലും ഞാൻ വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് ക്രാക്ക് കൊടുത്തതാണ്. അപ്പോൾ ക്രാക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ഇഷ്ടപ്പെട്ടു എന്ത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഒരുവിധം ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഇമേജിനൊരു സിഗ്നേച്ചറും കൂടി ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമേജ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.